ഹലോ ഹാപ്പി സോൾസ്, സെൽഫ് ലവ് ചലഞ്ചിന്റെ ഡേ 9 എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഡേ 8 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് മിറർ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഒത്തിരി സ്നേഹവും കൺഗ്രാജുലേഷനുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് വരുന്ന മെസ്സേജസും കോളുകളിലും ഒക്കെ നിങ്ങളുടെ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഗോ. ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് മൂവ്. ഓക്കെ, അപ്പോൾ ഡേ 9 എന്തായിരിക്കും ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡേ 9 നമുക്ക് സംസാരിക്കാനുള്ളത് സെയിം ഇന്നർ ചൈൽഡിനെ പറ്റിയാണ്. ഇന്നലെ നമ്മൾ ഡേ 8 പറ്റി സംസാരിച്ചപ്പോൾ ഡേ 8 പ്രാക്ടീസ് ചെയ്തപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഡേ 8 പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരാളെ നിങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ സ്നേഹം കൊണ്ട് പൊതിയാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. ചിലർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, സാരമില്ല. ചിലർക്ക് ഇന്നർ ചൈൽഡിനെ കാണാനും ഇന്നർ ചൈൽഡിനെ കണ്ടെത്താനും കുറച്ച് സമയമെടുക്കും, അത് സാരമില്ല. ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് മൂവ്. എനിക്കെപ്പോഴും അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നർ ചൈൽഡിനെ കാണുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇന്നർ ചൈൽഡിനെ കിട്ടി, ഇന്നർ ചൈൽഡിൻ്റെ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയെപ്പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് സങ്കടങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു പോയിട്ടുണ്ടാവാം. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് എന്താണോ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡേ 9 നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിലേക്ക് പതിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നർ ചൈൽഡ്, പലരുടെയും ഇന്നർ ചൈൽഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു റിജക്ഷൻ ഫീലാണ്. ചിലരുടെ ഇന്നർ ചൈൽഡ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുള്ള ഫീലാണ്. പേടിച്ചിരിക്കുന്ന ഇന്നർ ചൈൽഡ് ഉള്ളവരുടെ, അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്താണോ അതിൻ്റെ സെയിം സാധനമാണ് ഇന്നർ ചൈൽഡിൻ്റെ റിഫ്ലക്ഷനാണ്. നമ്മളിപ്പോൾ എപ്പോഴും പേടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് പേടിച്ചിരിക്കുന്ന ആളാണ്. നമ്മളെപ്പോഴും റിജക്ഷൻ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമോ, എല്ലാവരും നമ്മളെ തള്ളിക്കളയുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പോഴുള്ളതെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് എന്തായിരിക്കും? റിജക്റ്റഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ആയിരിക്കും. അപ്പോൾ ഇന്നർ ചൈൽഡിനെ എത്രമാത്രം നിങ്ങൾക്ക് ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരികെ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും, അത്രയും നമ്മുടെ ലൈഫ് അമേസിങ് ആവും, അത്രയും നമ്മുടെ ലൈഫ് ഈസി ആകും, സിമ്പിളാകും. നമുക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് സെഷൻ ഹോപ്പനുബിനോ ഹീലിങ്ങിലും 1-to-1 ഒക്കെ വരുന്ന ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയുന്നത്, അമ്മ എനിക്ക് ജീവിക്കണമെന്നൊരാഗ്രഹം പോലും ഇല്ല. എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണമെന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരവില്ല. പക്ഷേ ആ നമുക്ക് ലൈഫിൽ നമ്മൾ അഡൽട്ടായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ഫൺ എന്നുള്ളത്. നമുക്ക് ചിരിക്കാനൊക്കെ ഇഷ്ടം, പക്ഷേ 2 വർഷമായിട്ട് ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരൊക്കെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അവർ. ബട്ട് ദേ ആർ വെരി ഹാപ്പി സോൾ, വെരി ഹാപ്പി അറ്റ് ദിസ് ടൈം. ഈ ഒരു പോയിന്റിൽ അവർ വളരെ ഹാപ്പിയാണ്, മനസ്സ് തുറന്ന് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കാൻ നമ്മൾ മറന്നു. നമ്മൾ തമാശകൾ കേട്ടാലും ഹൃദയം തുറന്ന് നമ്മൾ ചിരിക്കാൻ മറന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഇന്നർ ചൈൽഡിന് ഹാപ്പിനെസ് ഇല്ല. ചെറിയ കുട്ടികളെ കണ്ടില്ല, അവർ എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ചിരിക്കാൻ പറ്റും. ഞാനിങ്ങനെ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു റിംഗ് ടോൺ, മൊബൈലിലൊക്കെ എല്ലാവർക്കും ഒരു റിംഗ് ടോൺ ഉണ്ട്, ഒരു കുഞ്ഞ് ചിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ റിംഗ് ടോണൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുന്നവർക്കൊരു സന്തോഷം തോന്നും. ഒരു കുഞ്ഞിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെയുള്ള ഒരു ഫൺ എലമെൻ്റാണ്. ആ ഫൺ എന്ന് പറയുന്ന കാര്യം, ആ ഒരു സന്തോഷം എന്ന് പറയുന്ന കാര്യം, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ചൈൽഡിനെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ്. അപ്പോൾ അവളെ എത്രയും പെട്ടെന്ന് നമ്മൾ തിരികെ കൊണ്ടുവരുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ആ തമാശ നിറഞ്ഞ ആ ഒരു വണ്ടർ, ആ ഒരു നിഷ്കളങ്കതയും ഒരു ഇൻതൂസിയാസവും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് നിറഞ്ഞു വരും. പലപ്പോഴും നമ്മുടെ പാരൻസിനെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. നമ്മുടെ പാരൻസ് നമ്മളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ്, അവർ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ളതാണ്. നമ്മളെല്ലാത്തിനെയും കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. നമുക്ക് കഴിവില്ലാത്തവരാണ്, നമ്മൾ മണ്ടരാണ്, മടിയരാണെന്നൊക്കെ അവർ പലപ്പോഴും നമ്മളിലേക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ സ്പോഞ്ച് ഒപ്പുന്നത് പോലെ പറഞ്ഞ് പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായി പോയതാണ്. അവിടെ നമ്മൾ ഇന്ന് ഇന്നർ ചൈൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫൊർഗീവ്നെസ്സിൻ്റെ പ്രാക്ടീസുകളാണ് ചെയ്യുന്നത്. ക്ഷമ ചോദിക്കാനും ക്ഷമ പറയാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പാരൻസ് നമ്മളെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പാരൻസ് എന്ന് പറയുന്നത്. അവർക്ക് അന്ന് അറിയാവുന്ന ഏറ്റവും വലിയ അറിവിൽ അവർ നമ്മളെ നോക്കി.
ഇപ്പോൾ പാരൻസിനോട് നിങ്ങൾ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, ഇപ്പോൾ പാരൻസിനോട് നമുക്ക് കുറ്റപ്പെടുത്താറുണ്ട്, അവർക്കന്ന് അത്രേ അറിയത്തുള്ളായിരുന്നു. ആ അറിവിൽ അവർ നമ്മളെ മാക്സിമം ശ്രദ്ധിച്ചു, മാക്സിമം നമുക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ തന്നു. സോ അവരോട് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ അവരോട് നമുക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്തലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവരോട് ക്ഷമ പറയാം. ഇപ്പോൾ നമ്മളുടെ പാരൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരൻസിനെ ബ്ലെയിം ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ ഇന്നർ പാരൻറ്റിൻ്റെ ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ചൈൽഡിനെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മളെ എന്താണോ നമ്മുടെ പാരൻസിൽ നിന്ന് ആഗ്രഹിച്ചത് അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനോട് പെരുമാറുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്, നിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനോടൊപ്പം ഞാനുണ്ട് എന്നുള്ള കാര്യം, ആ ഒരു ഉറപ്പാണ് നമ്മളെപ്പോഴും ആ ഉള്ളിലുള്ള ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. ലവ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഇറേസറാണ് സ്നേഹം എന്നാണ് പറയുന്നത്. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇറേസറാണ് സ്നേഹം. സ്നേഹം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരു മുറിവുകളുമില്ല. നമ്മുടെ മനസ്സിൽ ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ലൈഫിൽ എപ്പോഴോ ഒരു സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഓർമ്മകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു സംഭവത്തിൻ്റെ ഒരു മുറിവ്, അതിൻ്റെ ഒരു പാട് നമ്മുടെ മനസ്സിൽ അവശേഷിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഇത് എത്രയോ തവണ, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് തവണയാണ് നമ്മൾ ആ ഓർമ്മകളെ എടുത്തുകൊണ്ട് വേദനിക്കുന്നത്. ആ സംഭവം നടന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്രയും വേദന ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മകളെടുത്ത് നമ്മൾ പുനഃപരിശോധിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന നമ്മുടെ ജീവിതത്തിൽ പിന്നെയും അടിക്കടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലർ പറഞ്ഞ വാക്കുകൾ, ചിലർ നമ്മളോട് ചെയ്ത പ്രവർത്തികൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായി എല്ലാ ദിവസവും എടുത്ത് ഇങ്ങനെ ഓർമ്മകളെ ഓമനിച്ച് താലോലിച്ചാണ് അവരാണ് നമുക്ക് ഇത്രയും വേദനകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മറക്കാൻ നമുക്ക് ആ ഇന്നർ ചൈൽഡിനെ ഒന്ന് തിരികെ പിടിക്കാം. ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ, ഇന്നർ ചൈൽഡിൻ്റെ മിറർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മിറർ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇമോഷണലി ഡൗൺ ആകും ആ സമയത്ത്. എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. മിക്കവാറും 99% ആൾക്കാരും. കാര്യം ഇന്നർ ചൈൽഡിനെ കിട്ടാതെ നമ്മളെല്ലാവരും നടക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ 60 വയസ്സായാലും 50 വയസ്സായാലും 80 വയസ്സായാലും 40 വയസ്സായാലും ഇങ്ങനൊരാൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തേയില്ല. അപ്പോൾ ആ ഇന്നർ ചൈൽഡിനോട് നമ്മൾ സംസാരിക്കുക. നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ കണ്ണാടിയിൽ മുന്നിൽ നോക്കിയിട്ട് നമുക്ക് പിക്ചർ ഉണ്ടെങ്കിൽ പിക്ചർ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ആളെ നമുക്ക് കാണാൻ കഴിയും. കാണാൻ കഴിയുമ്പോൾ ആ ആളിനോട് നമ്മൾ നോക്കുക. ആളുടെ ഇമോഷൻ എന്താണ്? ചിലപ്പോൾ സങ്കടമായിരിക്കാം, മിക്കവാറും കേസിൽ സങ്കടമായിരിക്കും, ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലായിരിക്കും. നിങ്ങൾ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് ഉള്ളിലിരിക്കുന്ന ആൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, കണ്ണുകൾ അടച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലൈസേഷനാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാം പാരലലി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞു വിരലിനെ നമ്മുടെ കൈകൾക്കുള്ളിലാക്കിയിട്ട്, നമ്മളിങ്ങനെ നടക്കത്തില്ല അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൈ പിടിച്ച്, അതായത് ഈ കൈകൾക്കുള്ളിൽ അവളുടെ കൈ സേഫ് ആണെന്നുള്ളൊരു ഫീലാണ്. നമ്മുടെ ഇന്നർ പാരൻറ്റിൻ്റെ കയ്യിൽ ഇന്നർ ചൈൽഡിൻ്റെ കൈ സേഫാണ്, അവൾ സേഫാണെന്നുള്ളൊരു ഇമോഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൈ പിടിച്ച് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അവളുടെ കൈയും പിടിച്ച് നമ്മളിങ്ങനെ നടക്കുന്നതോ ഓടുന്നതോ ചിരിക്കുന്നതോ ഐസ്ക്രീം കഴിക്കുന്നതോ മഴ നനയുന്നതോ കാലിൽ ചെരുപ്പില്ലാതെ ചെളിവെള്ളത്തിൽ ചാടുന്നതോ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആ സമയത്ത് തോന്നുന്നത് മനസ്സിലത് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ അവളുമായിട്ടൊരു യാത്ര പോവുക. ആ യാത്രയിലിടയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് ക്ഷമ പറയാം. നിന്നോട് ഞാൻ വർഷങ്ങളായി സംസാരിച്ചിട്ട് നീ ഇങ്ങനൊരാൾ എൻ്റെ ഉള്ളിലുണ്ടെന്ന് പലപ്പോഴും നല്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ആ അറിവ് എനിക്ക് തന്നതിന് ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്നെ വിട്ടുകളഞ്ഞതിന്, നിന്നെ കൂട്ടുകൂടാതിരുന്നതിന്, നിന്നെ വിഷമിപ്പിച്ചതിന്, നിന്നെ തള്ളിപ്പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ കൂടെ ആഴത്തിൽ അവളോട് സംസാരിക്കാം. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സംസാരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത് അതൊക്കെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് വരുന്നതിനെ ഒരിക്കലും സപ്രസ് ചെയ്ത് വയ്ക്കരുത്. എന്താണോ നിങ്ങളുടെ ഇമോഷൻ അതിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. കണ്ണുനീര് വരികയാണെങ്കിൽ കരയുക. ഏറ്റവും വലിയ ഭാഗ്യമാണ് കരയാൻ പറ്റുന്ന ഭാഗ്യം. കണ്ണുകളെന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ ടീയേഴ്സ് ആർ ദ റിവേഴ്സ് ഓഫ് യുവർ ലൈഫ് എന്നാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നദിയാക്കി മാറ്റുക. അത് വരുന്നുണ്ടെങ്കിൽ, കണ്ണ് കരയാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുക, അത് ഫ്ലോ ചെയ്യട്ടെ. കരയുന്നത് വഴി നിങ്ങളുടെ കുറേ ഇമോഷൻസ് ഹീലാകും. നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പല ബേർഡൻസും അത് നിങ്ങളിൽ നിന്നും റിലീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡേ 9 ആൻഡ് ഡേ 8 ഇന്നർ ചൈൽഡിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എത്രയും മാക്സിമം നിങ്ങൾക്ക് ഇന്നർ ചൈൽഡിനോട് ഇത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാം കേട്ടോ, എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ചിലപ്പോൾ ഇന്നർ ചൈൽഡ് അടുത്ത് പോലും വരത്തില്ല. പിന്നെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്നർ ചൈൽഡിനെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുക. ആൻഡ് വെൻ യു ആ ഒരു ഇന്നർ ചൈൽഡിനെ കിട്ടിക്കഴിയും, ആ ഇന്നർ ചൈൽഡിനെ മനസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്നർ ചൈൽഡും ഇന്നർ പേരൻറ്റും ബ്ലെൻഡ് ആവുന്ന ഒരു മൊമെൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലിസ്ഫുൾ മൊമെൻ്റ് ആയിരിക്കും അത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡേ 9 നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് കുറേ ദിവസങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ഡേ 9 ആണ്. ഡേ 1 തൊട്ടുള്ള പ്രാക്ടീസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പലതരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. ഇനിയും പുതിയ വീഡിയോസ് വരാനായിട്ടിരിക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് സ്വസ്തി പൂർണ്ണമായിട്ടും ഹീലിംഗ് പ്രോഗ്രാമുകൾ നടത്തുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.